നിങ്ങൾ അറിഞ്ഞു കാണും, ഇറാനും അമേരിക്കയും തമ്മിൽ ഓൺഗോയിങ് വാർ നിർത്താൻ വേണ്ടിയുള്ള എഗ്രിമെൻ്റ് ഇലക്ട്രോണിക്കലി സൈൻ ചെയ്തു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇന്ത്യൻ മീഡിയ, എസ്പെഷ്യലി ഇംഗ്ലീഷ് മീഡിയ, ദേശീയ പത്രങ്ങൾ അതിനകത്ത് ഒരു പറയുന്നത്, വലിയ രീതിയിൽ പറയുന്നത്, ഇറാൻ ഈ വാറിൽ ജയിച്ചു. എന്ത് ബേസ് ആണെന്ന് എനിക്കറിയത്തില്ല. ഏത് രീതിയിലാണ് ഇറാൻ ഈ വാറിൽ ജയിക്കുന്നത്, അതെല്ലാം കൂടെ താങ്ങി പിടിച്ചുകൊണ്ട് നരേറ്റീവ്സ് സോഷ്യൽ മീഡിയ വരുന്നുണ്ട്. അതെല്ലാം താങ്ങി പിടിച്ചുകൊണ്ട് കേരളത്തിലെ സാറ്റലൈറ്റ് ചാനലും അതേപോലെ ചില യൂട്യൂബേഴ്സ് അവർ പറയുന്നത് അമേരിക്ക ഈ വാറിൽ തോറ്റു. അപ്പം നമ്മളിപ്പോൾ അത് കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ ട്രംപിനെ വിമർശിക്കുന്ന ഒരു അമേരിക്കൻ ന്യൂസ് പേപ്പറാണ്, ഗ്ലോബലി റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ന്യൂസ് പേപ്പറാണ് ന്യൂയോർക്ക് ടൈംസ്. അതേപോലെ USA ടുഡേ, മറ്റുള്ള പലതും, അതേപോലെ തന്നെ ഫോക്സ് ന്യൂസ് ട്രംപിനെ അനുകൂലിക്കുന്നവരാണ്. മറ്റു പല ഗ്ലോബൽ പത്രങ്ങളും അനുകൂലിക്കുന്നവരും നിഷ്പക്ഷരുമുണ്ട്, ചില UK പത്രങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും, അതായത് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഇന്ത്യൻ മീഡിയ കാണിക്കുന്നത്, അതായത് യഥാർത്ഥത്തിൽ ഈ ട്രംപും മോദിയും തമ്മിലുള്ള പ്രശ്നവുമായി ബന്ധപ്പെട്ട്, അതായത് ഇന്ത്യ ഗവൺമെൻറ്റുമായിട്ട് ഇന്ത്യയിലെ ഇൻവെസ്റ്റ്മെൻറ്റ്, അമേരിക്കൻ ഇൻവെസ്റ്റ്മെൻറ്റ് വിഡ്രോ ചെയ്യുന്നു, ഇന്ത്യക്കെതിരെ ആക്ഷൻ എടുക്കുന്നു, അതേപോലെ ഇന്ത്യക്കെതിരെ പ്യുണിറ്റീവ് ടാരിഫ് കൊണ്ടുവരുന്നു, മറ്റുള്ള സംഭവങ്ങളുണ്ടാകുന്നു. ട്രംപിനെ ആരാധിച്ച് മാലയിട്ട് പൂജിച്ചിരുന്ന ഇന്ത്യൻ മീഡിയ, അതേപോലെ ട്രംപ് എത്രയും വേഗം വരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ഇന്ത്യൻ മീഡിയ, മനസ്സിലാക്കുക, ഇന്ത്യൻ മീഡിയയിലെ പ്രധാനപ്പെട്ട മീഡിയ ഹൗസ് എന്ന് പറയുന്നത് ഒന്ന് അഡാനിയുടെ കയ്യിലും, മറ്റൊന്ന് വലിയൊരു ഭാഗം മീഡിയ ഒരു ഭാഗത്ത് അഡാനിയുടെ കയ്യിലും മറ്റൊരു ഭാഗത്ത് റിലയൻസിൻ്റെ മുകേഷ് അംബാനിയുടെയും കയ്യിലാണ്. ഈ പറയുന്ന അഡാനി 10 ബില്യൺ അമേരിക്കയിൽ കൊണ്ട് പെനാൽറ്റി അടിച്ചു, അവിടെ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞു. അപ്പുറത്ത് മുകേഷ് അംബാനി 300 ബില്യൺ അടുത്ത പെനാൽറ്റി അമേരിക്കയിൽ ടെക്സാസിൽ റഷ്യൻ ക്രൂഡുമായി ബന്ധപ്പെട്ട് അവരും പെനാൽറ്റി അടിച്ചു. അപ്പോൾ അതിൻ്റെ എല്ലാം കൂടെ റിഫ്ലക്ഷൻ ഇന്ത്യൻ മീഡിയയിൽ പറയുന്ന ഇറാൻ ജയിച്ചു. പക്ഷേ അതിൻ്റെ അകത്ത് അതിനകത്ത് ചർച്ചകളിലൊക്കെ ഇരിക്കുന്ന ഇന്ത്യയുടെ പഴയ പട്ടാള ലെഫ്റ്റനൻറ്റ് ജനറലും ബ്രിഗേഡിയർമാരൊക്കെ ഇരുന്ന് വെറുതെ ഒരു കാര്യമില്ലാതെ വസ്തുതകൾക്ക് നിരക്കാത്ത കാര്യങ്ങളാണ് മുഴുവനും തള്ളിവിടുന്നത്. 3 ഇന്ത്യൻ സെയിലേഴ്സ് കൊല്ലപ്പെട്ടു, ഇന്ത്യൻ ഷിപ്പുകൾ അമേരിക്കൻ നേവി മുക്കി. ഇതിൻ്റെ പേരിലാണ് ഇവർ കംപ്ലീറ്റ് ആയിട്ട് ബയസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയും. ഇന്ത്യ നിങ്ങൾ അനുകൂലിച്ചോ? പക്ഷേ ഈ കേൾക്കുന്ന സാധാരണക്കാരന് വാറുമായി ബന്ധപ്പെട്ട് എന്താണ് റിസൾട്ട്? പെട്ടെന്നാണ് ഇന്ത്യൻ മീഡിയ, നേരത്തെ ഇസ്രായേലിനെ പിന്തുണച്ചുകൊണ്ടിരുന്ന ഇന്ത്യൻ മീഡിയ, പെട്ടെന്ന് ഹമാസിനെ എതിർത്തുകൊണ്ടിരുന്ന ഇന്ത്യൻ മീഡിയ പെട്ടെന്ന് ഇറാൻ അനുകൂലമായിട്ട് മാറുന്നു. ഇതാണ് രസം. അതിൻ്റെ നരേറ്റീവ്സൊക്കെ ഈ പറയുന്ന മലയാളം യൂട്യൂബ് അതേപോലെ അത് കോപ്പി അടിച്ചിട്ട് അവരതുണ്ടാക്കി, അതേപോലെ തന്നെ ചില ഗ്ലോബൽ മീഡിയ, ട്രംപിനെതിരെ പറയുന്ന മീഡിയ, അതിൻ്റെ സംഭവങ്ങളെല്ലാം വെച്ച് അവരും നരേറ്റീവ്സ് ഉണ്ടാക്കുന്നു. ഇത് നമുക്ക് യഥാർത്ഥത്തിൽ എന്താണ് ഈ ഡീല് കൊണ്ട് ഉണ്ടായ ഔട്ട്പുട്ട് എന്തുവാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ന്യൂയോർക്ക് ടൈംസിൻ്റെ തന്നെ സംഭവം എടുക്കുക. ഈ ഡീലിൻ്റെ വിശദാംശങ്ങളൊന്നും തന്നെ 2 രാജ്യങ്ങളും പുറത്തു വിട്ടിട്ടില്ല. അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം പല കാര്യങ്ങളും ഇത് പുറത്ത് വന്നു കഴിഞ്ഞാൽ അത് ഇറാനിൽ വലിയ പ്രശ്നമുണ്ടാകും. ഓൾറെഡി ഇറാനിലെ ഷിയ ഹാർഡ് ലൈനേഴ്സ് വലിയ പ്രകടനം, ആ മന്ത്രിമാരും അവിടുത്തെ പ്രസിഡൻറ്റും രാജിവെക്കണമെന്നും പറഞ്ഞ് മുറവിളിയും പ്രശ്നമൊക്കെ ഒരു ഭാഗത്തുണ്ടാകുന്നുണ്ട്. അവിടുത്തെ മീഡിയ ആ പ്രക്ഷോഭകാരികൾക്ക്, പ്രൊട്ടസ്റ്റ് ചെയ്യുന്നവർക്ക് അനുകൂലമായിട്ട് ആർട്ടിക്കിൾ എഴുതുന്നുണ്ട്. ആ ഒരു ഭാഗത്ത് നടക്കുകയാണ്. ഇപ്പുറത്ത് നിങ്ങൾ കണ്ട് ഇസ്രായേലിലാണെങ്കിൽ ഈ പറയുന്ന ഡീല് അവർ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറല്ല. പ്രതിപക്ഷ പാർട്ടികളാണെങ്കിലും അവിടുത്തെ മേജർ ഒപ്പോസിഷൻ പാർട്ടിയുടെ ലീഡറാണെങ്കിലും അതേപോലെ മുൻ ഇസ്രായേലി പ്രൈം മിനിസ്റ്റർ ഗ്രാൻസ്, അതായത് ലെഫ്റ്റനൻറ്റ് ജനറൽ ഗ്രാൻസ്, അയാളും ഇതിനെ അനുകൂലിക്കുന്നില്ല. അപ്പോൾ എന്തുവാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതായിട്ട് ബന്ധപ്പെട്ടാണ് നമുക്ക് നോക്കാവുന്നത്. ഈ വാറിൻ്റെ തുടക്കമൊക്കെ നിങ്ങൾക്കറിയാം എങ്ങനെയാണ് തുടങ്ങിയത്. ഹമാസ് സ്റ്റാർട്ട് ചെയ്യുന്നു, അത് കഴിഞ്ഞ് അത് മാറി ലെബനൻ, സിറിയ, അത് കഴിഞ്ഞിട്ട് അവസാനം ഇത് ചെന്ന് ലാൻഡ് ചെയ്യുന്നത് ഇറാനിലാണ്. ഇങ്ങനെയാണ് ആ വാറിൻ്റെ ആ
ഇതിൻ്റെ ഒറിജിനും തുടക്കവും ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്ന പോയിന്റ്, പിന്നെ അതിലോട്ട് ഞാൻ കടക്കുന്നില്ല. ഇതിനകത്ത് അമേരിക്കൻ പ്രസിഡന്റ് പല ആവർത്തി പറഞ്ഞിരുന്നു ഇറാൻ അൺകണ്ടീഷണലായിട്ട് സറണ്ടർ ചെയ്യണം. ഇതാണെന്നു ആദ്യത്തെ ഡിമാൻഡ്. പിന്നീട് അത് ഗ്രാജുവലി അതങ്ങ് മാറി. കാരണം അൺകണ്ടീഷണലായിട്ട് ഇറാൻ സറണ്ടർ ചെയ്യുമ്പോൾ അമേരിക്കൻ എക്സ്പേർട്ടുകൾ, അതായത് സ്ട്രാറ്റജി എക്സ്പേർട്ടുകൾ പറഞ്ഞൊരു കാര്യമുണ്ട്. അപ്പോൾ ഇറാനിയൻ ഗവൺമെൻറ്, എലക്റ്റഡ് ഗവൺമെൻറ്റാണ് മസൂദ് പെഷഷ്കാൻ. അദ്ദേഹം മോഡറേറ്റ് ആണ്, അദ്ദേഹത്തിൻ്റെ കൂടുള്ളവരുണ്ട്. അതിൻ്റെ അകത്ത് ഹാർഡ് ലൈനേഴ്സ് ആയിട്ടുള്ള പല ആൾക്കാരുണ്ട്. അതായത് അവരുടെ സുപ്രീം ലീഡർ എല്ലാം കൺട്രോൾ ചെയ്യുന്ന അലി ഖമനി. ഈ അലി ഖമനി അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്ന ആൾക്കാരെ തട്ടിക്കളഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ ഹാർഡ് ലൈനേഴ്സിൻ്റെ സംഭവം, അതായത് അവരാണ് ഇവരെ ഇൻട്രാക്ട് ചെയ്ത് ഇവർക്ക് അഡ്വൈസ് ചെയ്ത് എങ്ങനെ പോകണം എന്ന് പറയുന്ന ആ ഒരു സംഭവത്തിനകത്ത് വ്യക്തമായ ക്ലാരിറ്റി ഉണ്ടായി. അതാണ് ഈ റിജീം ചേഞ്ച് എന്ന് പറയുമ്പോൾ ഈ ഹാർഡ് ലൈനേഴ്സും ആൾക്കാരും അതുമായിട്ട് ബന്ധപ്പെട്ടിരുന്ന IRGCനെ ആൾക്കാരും എല്ലാം കൊല്ലപ്പെട്ടു. പിന്നീട് വരുന്ന ഒരാൾക്കാരുണ്ട്. അപ്പോൾ IRGCക്ക് ഇതേപോലൊരു പവർഫുൾ ആയിട്ടുള്ളൊരു സംഭവം ഇല്ലാതായി. കാരണം അവരുടെ മെയിൻ ലീഡേഴ്സും അവരുടെ പട്ടാളത്തിൻ്റെ മെയിൻ യൂണിറ്റുകളും എല്ലാം നഷ്ടപ്പെട്ടു. കാരണം അവരുടെ എയർഫോഴ്സ് ഇല്ലാതായി, അവരുടെ നേവി ഇല്ലാതായി. പിന്നീട് അവർക്കൊണ്ട് ഉള്ളത് ഈ കരസേന മാത്രമേ ഉള്ളൂ, ആർമി ഫോഴ്സാണ്. അതിൻ്റെ പല യൂണിറ്റുകളും അങ്ങ് കത്തിപ്പോയി. കാരണം നേരത്തെ ഇസ്രായേലിൻ്റെ 14 ദിവസത്തെ വാർ, അതേപോലെ തന്നെ അമേരിക്കയും ഇസ്രായേലും ഇവരെ ഹിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇറാൻ എന്ന് പറഞ്ഞൊരു ഫോഴ്സ്, വളരെ സ്ട്രെങ്തൻഡ് ആയിട്ടുള്ള ഒരു രാജ്യത്തിൻ്റെ ഫോഴ്സാണ് ഇറാൻ. കാരണം എത്രയോ ബില്യൺ അവർ മുടക്കി ഉണ്ടാക്കി, പല അവർ തന്നെ ഡെവലപ്പ് ചെയ്ത മിസൈൽസ്, അവർ തന്നെ ഡെവലപ്പ് ചെയ്ത ഡ്രോൺ, ഈ സംഭവങ്ങളുമായിട്ട് മുന്നോട്ട് പോയ രാജ്യത്തെയാണ് ഹാൻഡിക്യാപ്ഡ് ആക്കിയത്. അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്നൊരു ഫോഴ്സിനെയാണ് നശിപ്പിച്ചത്. അപ്പം ഈ ഫോഴ്സിനെ നശിപ്പിച്ചതോടുകൂടി എന്തുകൊണ്ടാണ് ഈ മസൂദ് പെഷഷ്കാനും അതേപോലെ അവിടുത്തെ പൊളിറ്റിക്കൽ ലീഡേഴ്സ് കീ ആയിട്ടുള്ള ഈ പൊളിറ്റിക്കൽ ലീഡേഴ്സിനെ എന്തുകൊണ്ടാണ് കൊല്ലാഞ്ഞത്? കാരണം അവർ വളരെ മോഡറേറ്റായ രീതിയിൽ അമേരിക്കൻ പറയുന്ന ഡിമാൻഡുകൾ അംഗീകരിക്കാൻ തയ്യാറായി. അതുകൊണ്ടാണ്, കാരണം ഹെഡ്ലെസ് ചിക്കൻ ഉണ്ടാവരുത്. കാരണം ഒരു തല വേണം, അവരോട് സംസാരിക്കാൻ ആൾ വേണം. അതുകൊണ്ടാണ് ഈ പറയുന്ന നേതാക്കളെ വെറുതെ വിട്ടത്. കാരണം അവരുമായിട്ട് സംസാരിക്കണം, അവിടെ ഒരു പൊളിറ്റിക്കൽ ലീഡർ ഉണ്ടാകണം. അൺസർട്ടനിറ്റി വന്നു കഴിഞ്ഞാൽ എന്താണ് സദാം ഹുസൈന് ശേഷം ഇറാഖിൽ സംഭവിച്ചത്? പിന്നീട് അത് തന്നെയാണ് ISIS ആയിട്ട് അവിടെ ഫോർമേഷൻ ഉണ്ടായത്. അതുകൊണ്ടാണ് ഈ IRGCയെ സൈഡ് ലൈൻ ചെയ്യുക, അതിനെ നശിപ്പിക്കുക, അവിടുത്തെ പൊളിറ്റിക്കൽ ലീഡേഴ്സിനെ സ്ട്രെങ്തൻ ചെയ്യുക, ഷിയ ലീഡേഴ്സിനെ നശിപ്പിക്കുക. ഇതായിരുന്നു അജണ്ട. പക്ഷേ ഇത് പുറത്ത് പറയുമ്പം അൺകണ്ടീഷണൽ എന്ന് പറയും, അവരെല്ലാം സറണ്ടർ ചെയ്യണം. പക്ഷേ എല്ലാം സറണ്ടർ ചെയ്ത് കഴിഞ്ഞാൽ ആ രാജ്യമെന്ന് പറയുന്നത് പിന്നെ കുട്ടിച്ചോറായിട്ടങ്ങ് മാറും. കാരണം ഏകദേശം 9 കോടിയോളം ജനങ്ങളുണ്ട്. അപ്പോൾ ആ ഒരു നിലപാടിലോട്ടും അവരുടെ എക്കണോമിക് ഇൻട്രസ്റ്റ്, അതേപോലെ തന്നെ അവരുടെ കർഗ് ഐലൻഡ് ആണെങ്കിലും അവിടെ ഓയിൽ ബ്ലോക്ക് ആണെങ്കിലും അവരുടെ LNG ആണെങ്കിലും അതേപോലെ തന്നെ അവരുടെ പവർ സ്റ്റേഷനെ ആക്രമിച്ചില്ല. ഡെലിബറേറ്റ് ആയിട്ടാണ് ചെയ്യാതിരുന്നത്. അത് ചെയ്തിരുന്നെങ്കിൽ ഈ സംഭവം ഇല്ലാതായി പോയേനെ, പട്ടിണിയായി പോയേനെ, രണ്ടും കെട്ടവർ ഒന്നുമല്ലാതായി മാറിയേനെ. അപ്പം അതിലോട്ട് കൊണ്ടുപോകരുത്. അതായത് ലോകം മുഴുവനും മാച്ച് ചെയ്യുന്നുമുണ്ട്. അപ്പം ആ രാജ്യത്തെ വീക്ക് ചെയ്യുക, ഈ പറയുന്ന അമേരിക്കൻ കണ്ടീഷനുകൾ അവർ അംഗീകരിക്കുക. ഉറപ്പായിട്ടും അത് ഇറാനിൽ പ്രശ്നമുണ്ട്. കാരണം ഇറാൻ 40 വർഷത്തോളം ഇപ്പോഴും അവർ തന്നെ സുപ്രീം ലീഡർ എന്ന് പറയുവാണെങ്കിൽ തന്നെ അതിന് ചെറിയ മാറ്റം ഈ വാറുകൊണ്ടാണ് ഉണ്ടായത്. അപ്പം അതിനെ കംപ്ലീറ്റ് അടിച്ചമർത്തുക എന്ന് പറയുന്നത് സാധിക്കുന്ന കാര്യമല്ല. അതുകൊണ്ടാണ് ഈ ടോക്സ് ഇങ്ങനെ നീണ്ടു പോയത്. കാരണം ഇറാനിയൻ ഹാർഡ് ലൈനേഴ്സ് ഈ പറയുന്ന അമേരിക്കൻ കണ്ടീഷൻസ് അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ല. പിന്നെ ഫൈനലി അവിടുത്തെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് തന്നെ ഇതിനൊരു ഉത്തരവുണ്ടാകണം. കാരണം രണ്ടാമത്തെ ലേറ്റസ്റ്റ് അറ്റാക്കിൽ ഇവർ വീണ്ടും റീബിൽഡ് ചെയ്യാൻ ശ്രമിച്ച് പലതിനെ അറ്റാക്ക് ചെയ്തു. അതോടുകൂടിയാണ് ഇവർ കംപ്ലീറ്റ് ബൗ ഡൗൺ ചെയ്ത് നമ്മളൊരു എഗ്രിമെൻറ്റിൽ പോകാം, ആ നിലയിലോട്ട് കൊണ്ടുവന്ന് ഈ പറയുന്ന അമേരിക്കയുടെ കയ്യിലുള്ള നേരത്തെ ഫ്രീസ് ചെയ്ത അസറ്റുകളാണെങ്കിൽ റീബിൽഡ് ചെയ്ത കാര്യങ്ങളും ഇതൊന്നും തന്നെ ഈ പറയുന്ന 60 ദിവസത്തെ ടോക്സിലാണ് ഉണ്ടാകാൻ പോകുന്നത്.
ഈ പറയുന്ന ന്യൂക്ലിയർ വെപ്പൺസിൻ്റെ കാര്യത്തിൽ ഏകദേശ ധാരണയായി. ഇനി എന്തുകൊണ്ടാണ് ഇസ്രായേൽ ഇതുമായിട്ട് യോജിച്ച്? അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇറാനിൽ പ്രശ്നമുണ്ട്, വലിയ പ്രശ്നമുണ്ട്. അതേപോലെ തന്നെ ഇസ്രായേലിൽ അവിടെ പ്രശ്നങ്ങളുണ്ട് എന്ന് അമേരിക്ക പറഞ്ഞ് അവിടുത്തെ പൊളിറ്റിക്കൽ പാർട്ടിയോട് ഇങ്ങനെ ഒരു എതിരായിട്ട് പറയുക, അതായത് പബ്ലിക്കിന് മുമ്പിൽ കാണിക്കുക. കാരണം ഇറാനിൽ കൺവിൻസ് ചെയ്യാൻ വേണ്ടി ആരാണ് ജയിച്ചത്, ആരാണ് തോറ്റത്. കാരണം ഇസ്രായേലിലും പ്രൊട്ടസ്റ്റ് ഉണ്ടാവുന്നുണ്ട്. പ്രൊട്ടസ്റ്റ് എന്ന് പറയും ഇസ്രായേലിൽ നടക്കുന്ന പ്രതിപക്ഷ പാർട്ടികളുടെയും അതിൻ്റെ ഭരണകക്ഷിയായ ചില നാഷണൽ സെക്യൂരിറ്റിയുടെ മന്ത്രിയാണെങ്കിലും സാർഗീർ, ഇവരൊക്കെ പറയുന്നവരത് അക്സെപ്റ്റ് ചെയ്യത്തില്ല. ഇതൊരു ഗിമിക്ക് മാത്രമാണ്. കാരണം ഇറാനിൽ നടക്കുന്നത് ഗിമിക്കല്ല. കാരണം അവിടെയുള്ള ആളുകൾക്കറിയാം അവർ അവസാനം ഇറാൻ്റെ ഇപ്പോഴത്തെ പ്രൈം മിനിസ്റ്ററും ആ ക്യാബിനറ്റും കംപ്ലീറ്റ് ആയിട്ട് സറണ്ടർ ചെയ്താണ് ഈ ഡീൽ ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ അവിടെ പ്രൊട്ടസ്റ്റ് ഉണ്ട്, പ്രശ്നമുണ്ട്. കാരണം ഇത്രയും നാളും ഭരിക്കുന്ന അവിടുത്തെ ആധ്യാത്മിക കക്ഷികൾ അവരുമായിട്ടുള്ള ബന്ധപ്പെട്ട സംഭവമൊക്കെയാണ്. കാരണം അവർക്കാണ് ഏറ്റവും കൂടുതൽ നഷ്ടപ്പെട്ടത്. അവരുടെ ആധ്യാത്മിക നേതാവ്, അവരുടെ സെക്കൻഡ് ഇൻ കമാൻഡ്, അതേപോലെ IRGC ഇവരെല്ലാം കൊല്ലപ്പെട്ടു. അവരുടെ ഡിഫൻസ് ഫോഴ്സ് ശരിക്കും ഇല്ലാതായിപ്പോയി. ഇത് പിന്നെയും കുറച്ച് മിസൈലുകൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്, അത് ഇടയ്ക്ക് വിടുന്നുമുണ്ട്. അതിനകത്ത് മനസ്സിലാക്കുക, ഈ പറയുന്ന ഒരു ജോയിൻ്റ് ആയിട്ടൊരു സംഭവം പുറത്ത് വന്നെങ്കിൽ പോലും ലെബനൻ, അതിനകത്ത് ഇസ്രായേലിനെ അവർ മാറ്റി നിർത്തിയേക്കുക. അതായത് ഏതെങ്കിലും രീതിയിൽ ഇറാൻ ഈ ഫർദറായിട്ട് ഈ ടേംസ് ആൻഡ് കണ്ടീഷൻ അംഗീകരിക്കുന്നില്ല എങ്കിൽ ഇസ്രായേലിനെ കൊണ്ട് അറ്റാക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ഒരു ചോദ്യമുണ്ട്, ഇവിടെ വലിയ ചോദ്യം, അമേരിക്കയും ചലഞ്ച് ചെയ്യുന്നൊരു ചോദ്യം ഉണ്ടായിട്ടുണ്ട്. ആ ചോദ്യം എന്ന് പറയുന്ന അറേബ്യൻ രാജ്യങ്ങൾക്ക് അമേരിക്ക ഒരു സെക്യൂരിറ്റി ആയിരുന്നു ബേസിക്കലി. കാരണം ഈ പറയുന്ന ഖത്തറാണെങ്കിൽ UAE, സൗദി അറേബ്യ, ജോർദാൻ തുടങ്ങിയ രാജ്യങ്ങൾക്ക്. അതുകൊണ്ടാണ് അമേരിക്കൻ ബേസ് അവിടെ വെച്ചിരിക്കുന്നത്. ഈ രാജ്യങ്ങളിലെ പട്ടാളം സ്ട്രോങ് അല്ല. അപ്പം അതേലും ചോദ്യം ഉണ്ടാവും. ഉറപ്പായിട്ടും അമേരിക്ക ആ ചലഞ്ച് നേരിടേണ്ടി വരാനുള്ള സമയത്ത്. കാരണം അവിടെയൊക്കെ ഈ ഇറാൻ്റെ മിസൈലാണെങ്കിലും ഡ്രോൺസ് ആണെങ്കിലും അമേരിക്കൻ ബേസ് ആണെങ്കിലും UAEയുടെ ഹോട്ടലാണെങ്കിലും ഖത്തറിൻ്റെ അതേപോലെ തന്നെ പബ്ലിക് ഡിഫൻസ് അല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ ഈ വെപ്പൺസ് വന്ന് വീണു. അവർക്ക് നഷ്ടമുണ്ടായി, അവരുടെ എക്കോണമിയെ ബാധിച്ചു. സ്ട്രാറ്റജിക് ആയിട്ടുള്ള അവരുടെ ക്രൂഡ് ഓയിലാണെങ്കിലും ഗ്യാസ് അതിൻ്റെ പ്ലാന്റുകളാണെങ്കിലും ശേഖരിച്ചു വെച്ചിരിക്കുന്ന സ്ഥലത്താണ് അവിടെയൊക്കെ ഡ്രോൺസ് വന്ന് വീണു. അതായത് അമേരിക്കൻ എയർ ഡിഫൻസിനെ പെനട്രേറ്റ് ചെയ്തു. അപ്പോൾ ഈ ചോദ്യങ്ങളും ഉണ്ടാകും. ഈ നഷ്ടം ഉണ്ടായിട്ടുണ്ട്, അവരുടെ എക്കോണമിക്ക് പ്രശ്നമുണ്ടായിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് അമേരിക്കൻ ഈ പറയുന്ന അംബ്രല്ല, അതായത് സെക്യൂരിറ്റി അംബ്രല്ല ബ്രേക്ക് ആയിട്ടുണ്ട്? ഇതൊക്കെ ന്യൂയോർക്ക് ടൈംസിൽ വന്ന ആർട്ടിക്കിളാണ്. നിങ്ങളിത് കൃത്യമായിട്ട് വായിച്ചാലേ മനസ്സിലാക്കാൻ സാധിക്കൂ. അപ്പം അവിടെയാണ് അമേരിക്ക ഈ പറയുന്ന ഒരു സൊല്യൂഷനിലോട്ട് വരുന്നത്. ഇറാനുമായിട്ട് താൽക്കാലികമായൊരു പെർമനൻ്റ് എന്ന് പറഞ്ഞാൽ തന്നെ ഇത് പെർമനൻ്റ് ഒന്നുമല്ല. ഇത് ഫർദർ എസ്കലേറ്റ് ചെയ്യും. കാരണം ഇറാനിലുള്ള ഷിയ ആൾക്കാർ, കാരണം വലിയ ഗ്രൂപ്പാണ്, ഇന്ന് സ്ട്രെങ്തൻഡ് ആയിട്ടുള്ള ഗ്രൂപ്പാണ്, അവർ ഇത് അംഗീകരിക്കാൻ പോകുന്നില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. കാരണം അവരത് അംഗീകരിച്ചു കഴിഞ്ഞാൽ അമേരിക്കയും രണ്ട് രാജ്യങ്ങളും ഇന്ന് വരെ പബ്ലിക്കായിട്ട് പറഞ്ഞിട്ടില്ല സംഭവം എന്താണ് ഡീൽ എന്നുള്ളത്. കാരണം വെള്ളിയാഴ്ചയാണ് ഇത് സ്വിറ്റ്സർലൻഡിൽ സൈൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡീലിൻ്റെ ഏകദേശം എന്താണ് ഉണ്ടായത് പുറത്ത് വന്നാൽ മാത്രമേ അറിയാൻ സാധിക്കത്തുള്ളൂ. എന്താണ് ശരിക്കും ഉണ്ടായിരിക്കുന്ന ഡീല്? ന്യൂക്ലിയർ വെപ്പൺസിൻ്റെ കാര്യത്തിലൊക്കെ നേരത്തെ തീരുമാനമായത്. അപ്പോൾ ഏതൊക്കെയാണ് ടേംസ് ആൻഡ് കണ്ടീഷൻ, അതിനെ ബേസ് ചെയ്തായിരിക്കും ഫർദർ ഇതുമായിട്ട് മുന്നോട്ട് പോകുന്നത്. അതായത് എന്തെങ്കിലും രീതിയിൽ പ്രൊവോക്കേഷൻ ഉണ്ടാവുകയാണെങ്കിൽ അത് ഇസ്രായേലിനെ കൊണ്ട് അടുപ്പിക്കുക. അതുകൊണ്ടാണ് ഇസ്രായേൽ നേരത്തെ പറഞ്ഞത്, അമേരിക്കയും പറഞ്ഞു കഴിഞ്ഞു, ഈ ഡീലിനകത്ത് ലെബനൻ പാർട്ടേ അല്ല. കാരണം ലെബനീസ് ഗവൺമെൻറ് പറയുന്നത് ഈ ഇറാൻ്റെ ആവശ്യം അവർക്കില്ല, അവർ നേരിട്ട് അമേരിക്കയായിട്ട് ഇസ്രായേലുമായിട്ട് ഡിസ്കഷൻ നടത്തും. പക്ഷേ ഹിസ്ബുള്ളയെ അവിടെ തീർക്കുക എന്നുള്ളത് ഇസ്രായേലിൻ്റെ ആവശ്യമാണ്. അതുകൊണ്ടാണ് ഇസ്രായേൽ പറഞ്ഞത് തെക്കൻ ലെബനിൽ നിന്നും അവർ പിന്മാറത്തില്ല. ഇതാണ് സംഭവം. അപ്പം ഇനി നമ്മളെല്ലാം കൂടെ വെൽ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുവാണെങ്കിൽ നേരത്തെ
കേരളത്തിലെ ചില മീഡിയ ഒക്കെ പറഞ്ഞു ഹമാസ് ജയിച്ചു. നമുക്കറിയാം എന്താണ് യഥാർത്ഥത്തിലുണ്ടായത്. ഇതിനകത്ത് എല്ലാം നഷ്ടപ്പെട്ടു ഇറാന്. ഇറാൻ എന്തുവാ ഇനി ബാക്കിയുള്ളത്? കുറച്ച് മിസൈൽസും കുറച്ച് അവിടെ ഭരിക്കുന്ന കുറച്ച് ആൾക്കാരും കുറച്ച് ജനങ്ങളുമുണ്ട്. ഈ പറഞ്ഞൊരു പവർ സ്റ്റേഷനുമുണ്ട്, എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന അതിൻ്റെ സ്റ്റേഷനുമുണ്ട്, ഖർഗ് ഐലൻഡും ഉണ്ട്. ബാക്കി ഒരുവിധപ്പെട്ട അവരുടെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരുവിധപ്പെട്ട 70-75% തീർന്നു പോയി. ഇതാണ് സംഭവം. ഇതിനകത്ത് കൃത്യമായിട്ട് ഞാൻ പറയാം, ഈ 60 ഡേയ്സിനുള്ളിൽ അമേരിക്ക ഇവരെ കൊണ്ട് ഇത് കംപ്ലീറ്റ് ആയിട്ട് സറണ്ടർ ചെയ്യിപ്പിക്കുന്ന രീതിയിൽ സൈൻ ചെയ്യിപ്പിക്കും. അല്ലെങ്കിൽ അത് ഇസ്രായേൽ കൊടുക്കും, ബാക്കി കൂടെ അങ്ങ് തീർക്കാൻ പറയും. ഇത് വാർ ഇനി ലോങ് ടൈം ആയിട്ട് പോവുകയാണെങ്കിൽ മനസ്സിലാക്കുക, ഖർഗ് ഐലൻഡ് ഇല്ലെങ്കിൽ തന്നെയും അതിനകത്ത് ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻ കൊണ്ടുവന്നു. അതായത് ഹോർമുസ് ഇല്ലെങ്കിലും, കാരണം മറ്റ് പല രാജ്യങ്ങളും മറ്റുള്ള രീതിയിൽ, അറേബ്യൻ രാജ്യങ്ങൾ മറ്റുള്ള രീതിയിൽ അവരുടെ എണ്ണ വിൽക്കാൻ തുടങ്ങി. ചില രാജ്യങ്ങളെ ബാധിക്കും, ഇന്ത്യ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളെ ബാധിക്കും. ഇനി ഹോർമുസ് അടച്ചാൽ തന്നെയും മനസ്സിലാക്കുക, അതിന് വേറെ പോംവഴികൾ ഉണ്ടാക്കി. ഇതാണ് അതിൻ്റെ കാര്യം. വേറെ രീതിയിൽ ആ സംഭവങ്ങൾ നടക്കും. മറ്റുള്ള രാജ്യങ്ങൾക്ക്, അതായത് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് പ്രാധാന്യമില്ലാതായി. അമേരിക്കയാണ് ഈ ഡീലിനകത്ത് സക്സസ്ഫുൾ ആയത്. ഇറാൻ കംപ്ലീറ്റ് സറണ്ടേർഡാണ്. അതായത് അൺകണ്ടീഷണൽ എന്ന് പറയുന്നതിനേക്കാൾ കണ്ടീഷണൽ സറണ്ടറാണ് ഇറാൻ നടത്തിയിരിക്കുന്നത്. അൺകണ്ടീഷണൽ അല്ല, കണ്ടീഷണൽ സറണ്ടർ. അതായത് ഇറാൻ ഈ പറയുന്ന അറബ് രാജ്യങ്ങളെ ആക്രമിക്കുക. കാരണം ഈ അറബ് രാജ്യങ്ങളും വല്ലാതെ പ്രൊവോക്കായിട്ടിരിക്കുകയാണ് അമേരിക്കയോട്, ഇറാനോട്. കാരണം അവർക്ക് ഈ പറയുന്ന സെക്യൂരിറ്റി കവർ അമേരിക്കയ്ക്ക് പൂർണ്ണമായിട്ടും കൊടുക്കാൻ സാധിച്ചില്ല. സക്സസ്ഫുള്ളി അമേരിക്ക, ട്രംപ് ഇത് ഡീൽ ചെയ്തു. ഇറാനെ കൊണ്ട് ഫൈനലി അവർ വെള്ളിയാഴ്ച അവരെ കൊണ്ട് സൈൻ ചെയ്യിപ്പിക്കുകയാണ്. ഇനി എന്തെങ്കിലും രീതിയിൽ ഇറാൻ എന്തെങ്കിലും വയലേറ്റ് ചെയ്യുവാണ്, വീണ്ടും കയറി അടിക്കും. അതായത് ഒരു ലോങ് ടൈം വാറിന് ഇനി ഇറാൻ പോവുകയാണെങ്കിൽ എങ്ങനെയാണ് റഷ്യക്കുണ്ടായ ഗതികേട്? ഇന്ന് റഷ്യ ഗതികെട്ട് പോയി. 4 വർഷമായി റഷ്യയുടെ വെടി തീർന്നങ്ങ് പോയി. ഇപ്പോൾ ഉക്രൈൻ അവർ തന്നെ 4 വർഷം കൊണ്ട് അവർ തന്നെ ഡെവലപ്പ് ചെയ്ത് എയർ ഡിഫൻസ് സിസ്റ്റം, ലോങ് റേഞ്ച് മിസൈൽസ് ഉപയോഗിക്കാൻ തുടങ്ങി. ഈ പറയുന്ന അമേരിക്കയുടെ ഒന്നും ഇപ്പോൾ ആവശ്യമില്ല. കാരണം അവരുടെ സാറ്റലൈറ്റ് ഇമേജറി വെച്ച് ഇവർ തന്നെ ഹിറ്റ് ചെയ്യാൻ തുടങ്ങി. ഇതേപോലെ തന്നെ ഈ പറയുന്ന ഇറാൻ ലോങ് ടൈമിലോട്ട് പോവുകയാണെങ്കിൽ ഇറാന് തന്നെയാണ് പറ്റാൻ പോകുന്ന ഏറ്റവും വലിയ അബദ്ധം എന്ന് പറയുന്നത്. കാരണം ആ രാജ്യത്തിന് പിന്നെ ഫർദർ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. കാരണം മറ്റുള്ള രീതിയിലുള്ള ഇഷ്യൂസ് കയറി വരും. ഈ ഇറാൻ ഏകദേശം അത് റീബിൽഡ് ചെയ്തെടുക്കാൻ മിനിമം 5 വർഷം വേണം. ഇറാന് ഡെസ്പറേറ്റ് ആയിട്ട് അമേരിക്ക ഫ്രീസ് ചെയ്ത അസറ്റുകൾ വേണം. അതൊക്കെ അമേരിക്ക പറയുന്നുണ്ട്. ഡീൽ എങ്ങനെ ഫർദർ പോകുന്നു അതിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും അവർ റിലീസ് ചെയ്യുന്നത്. അതാണ് പറഞ്ഞ കണ്ടീഷനിലാണ് ഈ ഡീല് 2 ഭാഗത്തും. ആ ഭാഗം മുന്നോട്ട് പോവുകയാണെങ്കിൽ മാത്രമേ ഡീലുമായിട്ട് മുന്നോട്ട് പോകാൻ ഇറാന് കഴിയത്തുള്ളൂ. അതായത് കൃത്യമായിട്ട് പറയാം, ഈ അമേരിക്ക ഈ ഡീലിനകത്ത് ഇറാനെ കൃത്യമായിട്ട് ബുൾഡോസ് ചെയ്തു. കാരണം ഇറാനെ വരച്ച വരയിൽ നിർത്തിയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് കൃത്യമായിട്ടും IRGCക്ക് റോളില്ല. ഇസ്ലാമിക ഷിയ ലീഡേഴ്സ് അവരെയും സൈഡ് ലൈൻ ചെയ്ത് അവിടുത്തെ ഭരിക്കുന്ന ആൾക്കാർ, അതായത് മസൂദ് പെഷഷ്ഖാനും അവിടുത്തെ എക്സ്റ്റേണൽ അഫേഴ്സ് അവിടുത്തെ സ്പീക്കറും ഈ പറയുന്ന അമേരിക്ക പറയുന്ന ഡോട്ട് ലൈനിലാണ് ഇപ്പോൾ സൈൻ ചെയ്തിരിക്കുന്നത്. ചില നീക്കുപോക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടുണ്ട് എന്നല്ലാതെ ഈ സംഭവത്തിനകത്ത്, അതായത് ഇറാൻ അമേരിക്ക വാറിനകത്ത് വിജയം എന്ന് പറയുന്നത് ഏകദേശം 90% അമേരിക്കൻ വിജയമാണ്. അതേപോലെ ഇറാൻ്റെ ഓയിൽ അമേരിക്കയ്ക്ക് വിൽക്കാൻ സാധിക്കും. അതാണ് അതിൻ്റെ പ്രധാന അമേരിക്കൻ ബെനിഫിറ്റ് ഉണ്ടായേക്കുന്നത്. അതായത് ഏത് ജിയോ പൊളിറ്റിക്സ് ഇഷ്യൂവിലും അമേരിക്ക ഇടപെട്ടാൽ അവനൊരു ബിസിനസ് നോട്ടമുണ്ട്. ഈ പറയുന്ന ഇറാൻ ഓയിലുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ഏകദേശം ലോകത്തിലെ 90% ഓയിലും അമേരിക്കയുടെ കയ്യിലായി. ഈ സക്സസ് റേറ്റും കൂടെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴാണ് മനസ്സിലാക്കുന്നത് ഇറാൻ സറണ്ടേർഡായി. കാരണം ഇറാൻ ഇനി ഒരു ശക്തിയില്ല. ഈ പറയുന്ന ഹിസ്ബുള്ളയും ഹമാസിനെയും ഹൂത്തികളെ അതേപോലെ പ്രോക്സികളെ ഫീഡ് ചെയ്യാൻ പറ്റത്തില്ല. അവരെ ട്രെയിൻ ചെയ്ത് അവർക്ക് വെപ്പൺസ് കൊടുക്കാൻ പറ്റത്തില്ല. ഈ പറയുന്ന അറബ് രാജ്യങ്ങൾക്ക് അവരിൽ നിന്നും ഹൂത്തികളിൽ നിന്നുമൊക്കെ ഒരു സപ്പോർട്ട് ബേസ്, അതായത് അവരിൽ നിന്നും ഈ പറയുന്ന അറബ് രാജ്യങ്ങൾ, കാരണം ഇറാൻ്റെ സഹായം ഈ രാജ്യങ്ങൾ ഈ പ്രോക്സീസിന് കിട്ടിയില്ല എങ്കിൽ
ഈ അറബ് രാജ്യങ്ങളും സേഫായി. കാരണം സൗദിയും UAE അത് അനുഭവിച്ചാണ് ഹൂത്തിയിൽ, അതായത് യമനിൽ പോയിട്ട്. അപ്പോൾ അങ്ങനെ ഒരു പ്രൊട്ടക്ഷൻ സംഭവമുണ്ട്. ഇതെല്ലാം വെൽ കാൽക്കുലേറ്റഡ് ആകുമ്പോൾ അമേരിക്കയ്ക്ക് ചലഞ്ചുണ്ട്. അവരുടെ സേഫ് അംബർല എന്ന് പറയുന്ന ഈ പറയുന്ന മിഡിൽ ഈസ്റ്റേൺ രാജ്യങ്ങൾ അത്ര സക്സസ്ഫുൾ ആയില്ല. പക്ഷേ ഓയിലിൻ്റെ കാര്യത്തിൽ അമേരിക്ക സക്സസ് ആയി. അതേപോലെ തന്നെ ഇറാനെ മെരുക്കാൻ, അടിച്ചൊതുക്കി അതിനെ വീക്കാക്കാൻ അമേരിക്കയ്ക്ക് നടന്നു. കാരണം ഇത്രയും നാൾ നമ്മുടെയൊക്കെ ധാരണ ഉണ്ടായിരുന്നു ഇറാനെ അടിക്കാൻ പറ്റത്തില്ല. അതാണ് അമേരിക്ക കാണിച്ചു കൊടുത്ത്, ഇസ്രായേലും കാണിച്ചു കൊടുത്തു. അതിനു മുമ്പ് ഈ ഇറാനെ അടിച്ചൊതുക്കാം. ഒരു 14 ദിവസത്തെ വാറിനകത്ത് ഇസ്രായേൽ അവിടെ ഹിറ്റ് ചെയ്ത് കഴിയുമ്പോൾ മനസ്സിലാക്കുക അവരുടെ ഒറ്റ എയർക്രാഫ്റ്റ് നഷ്ടപ്പെടില്ല. അവിടെ അടപ്പ് തെറിച്ചാണ് കൊടുത്തത്. രണ്ടാമത് വാർ തുടങ്ങുമ്പോൾ ആദ്യത്തെ ദിവസം തന്നെ അലി ഖമേനിയെ തട്ടി ദൂരെ കളഞ്ഞു. അപ്പം ഇതെല്ലാം കൂടെ നമ്മൾ അനാറ്റമിയെ 1 by ആയിട്ട് നോക്കുമ്പോൾ ആർക്കാണ് നഷ്ടമുണ്ടായത്, ആരാണ് ഗെയിൻ ചെയ്തത്. അതേപോലെ തന്നെ ഇറാൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യ മലയാളികൾക്ക് ശരിക്കും പഴയ പേർഷ്യയാണ്. പഴയ പോലെ അമേരിക്ക അവിടെ വന്നു കഴിഞ്ഞാൽ പഴയ പോലെ ഓയിലും സംഭവങ്ങളൊക്കെയായി ഇന്ത്യക്കാർക്ക് പല ആൾക്കാർക്കും ജോലി കിട്ടാൻ സാധ്യതയുണ്ട്. കാരണം എക്കോണമി മുന്നോട്ട് ബൂം ചെയ്യും. ഉറപ്പായിട്ടും വരാൻ പോകുന്ന സമയത്ത് ഇറാൻ എന്ന് പറയുന്നത് UAE പോലെ, അല്ലെങ്കിൽ സൗദി അറേബ്യ പോലെ, അല്ലെങ്കിൽ ഖത്തർ പോലെ, ബഹ്റിൻ പോലെ അമേരിക്കയുടെ മറ്റൊരു കോളനിയാകാനുള്ള സാധ്യതയാണ് എനിക്ക് തോന്നുന്നത്.